എന്തായാലും ഒരു വാശിയേറിയ മത്സരത്തിലേക്ക് തന്നെ നമുക്ക് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് പ്രതീക്ഷ വയ്ക്കാം. ആൻഡ് ഇന്റർ കേരളയുടെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു. കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാർ, സ്പോർട്സ് റിപ്പോർട്ടറിനായി. ഒരിക്കലും ക്ലംസിയായി നമ്മൾ കാണപ്പെടാറില്ല, പൊതുവെ അങ്ങനെ ഒരു കാഴ്ചയെ നമ്മൾ കാണാറില്ല. വീണ്ടും ഇൻസൈഡിലേക്ക് നല്ലൊരു ഡെലിവറി, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയോ. ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ സാവിയ സുനിലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു നല്ല പ്രതീക്ഷ വയ്ക്കാവുന്ന സീസണുകളിൽ ഒന്നാണ്. നല്ല പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾറെഡി നടത്തി കഴിഞ്ഞ ഷിഫിൽ ഒന്നാന്തരമായി ഓവർലാപ്പ് ചെയ്ത് മറ്റൊരു താരം അവിടെ അദ്ദേഹത്തെ ഓടിക്കാണിക്കുകയാണ്. ഈ അവസരത്തിൽ അകത്തേക്ക് കൊടുക്കുന്നു അർജുൻ എം. അർജുന്റെ പാസ് സാവിയോ സുനിലിലേക്ക് വരുന്നു. ഗോകുൽ മിസ് പാസ്, ലാസ്റ്റ് ലൈൻ ഡിഫൻസിലേക്ക് തന്നെ പന്ത് വീണ്ടും ഇൻസൈഡിലേക്ക്. നല്ലൊരു റൺ ഇന്റർ കേരള, നല്ലൊരു ഷോട്ടും ഒടുവിലത്തെ ക്ലിയറൻസും. അവിടെ നല്ല സേവ് ആണ് ഇത്തവണ അഭിനവിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഓൺ ടാർഗറ്റ് ഷോട്ടിന്റെ കാര്യത്തിൽ ബട്ട് there is a chance. സോ ഇന്റർ കേരള അത് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ്. അർജുൻ എം നല്ല ഒന്നാന്തരം ഒരു കിക്ക് വരുന്നു. ആൻഡ് ലാസ്റ്റ് സീസണിലെ എല്ലാ ഗെയിമുകളിലുമായി അവർക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് ലോങ് റേഞ്ച് അറ്റംപ്റ്റ് വരുന്നു. കേരള ഫുട്ബോളിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നല്ല മത്സരങ്ങളിലൊക്കെ തന്നെയും ഭാഗവാക്കായിട്ടുണ്ട്. ബിജേഷിന്റെ നല്ലൊരു കിക്ക് വളരെ പാരലലായി പോകുന്നു. മറ്റൊരു അപകടത്തിലേക്കാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഒരു സോഫ്റ്റ് കോർണറിലേക്ക് വീണ്ടും എത്തുന്നു. ഇൻസൈഡിലേക്ക് നല്ല ഡെലിവറി, തട്ടുപൊളിപ്പൻ ഗോള്. നോക്കുക എത്ര മനോഹരമായി ഒരു ട്രെയിനിങ് റുട്ടീനിൽ, ഒരു ട്രെയിനിങ് സെഷനിൽ അവരെങ്ങനെയാണോ ഒരു കോർണർ കിക്ക് അവരെ ഡിസൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് കുറച്ചുകൂടി അകത്തേക്ക് കയറി കളിക്കുന്നു. വീണ്ടും ക്രിസ്റ്റി മോളി ഡേവിസ്. ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പേര് അധികം പറയാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നില്ല. ക്രിസ്റ്റി അദ്ദേഹം നേരെ പുറത്തേക്ക് ഇറങ്ങി വന്ന് തന്നെ പുറകിലേക്ക് തന്നെയാണ് കളിക്കുന്നത്. വീണ്ടും ഇൻസൈഡിലേക്ക് നല്ലൊരു ഡെലിവറി ഓപ്പർച്യൂണിറ്റി. അകത്തേക്ക് പോകുന്നതിന് മുൻപ് അത് വീണ്ടും സേവ് ചെയ്യുന്നു. ഒരു കണ്ടിന്യൂസ് ആയ അറ്റംപ്റ്റ് വഴി അവസാന 5 മിനിറ്റുകളിലേക്ക്, ഏതാണ്ട് അവസാന 5 മിനിറ്റുകളിലേക്ക് നമ്മൾ കടക്കുന്നു. വീണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി. വാട്ട് എ ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ്. എന്തായാലും 3 മിനിറ്റാണ് അധിക സമയം. ഇൻസൈഡിലേക്ക് നല്ലൊരു ഡെലിവറി വരുന്നു. വലിയ ഭീഷണിയൊന്നുമില്ല. ആദ്യത്തെ 45 മിനിറ്റുകളിൽ എത്താൻ സാധിക്കുന്നുണ്ട് കേരള പോലീസിനും ഇന്റർ കേരളയ്ക്കും. കേരള പോലീസിന്റെ ടച്ചോടുകൂടി രണ്ടാം പകുതിക്ക് വീണ്ടും പുനരാരംഭം ആണ്. കേരള പോലീസ് മറ്റൊരു ഗോളിലേക്ക് വേണ്ടി സജീഷിന്റെ ഇൻസൈഡിലേക്കുള്ള റൺ, നല്ലൊരു സ്ക്വയർ പാസ് ആക്കുന്നു. കട്ട് ബാക്ക് പാസ്, നല്ലൊരു ഷോട്ട് വരുന്നു. ഹെഡർ വരുന്നു ക്രോസ് ബാറിന്റെ മുകളിലൂടെ. ഇത്തവണത്തെ ആ ഒരു ബോൾ കൂടി പറന്നു പോകുന്നു. രണ്ടുപേരും അറ്റാക്കിലേക്ക്, ഗോളുകളിലേക്ക് വേണ്ടി തന്നെയാണ് ശ്രമം കൊടുക്കുന്നത്. പക്ഷെ എന്തായാലും ഗോളുകൾ ഇപ്പൊ കറന്റ്ലി ഏറ്റവും കൂടുതൽ ആവശ്യം ഇന്റർ കേരളയ്ക്കാണ്, അവർക്ക് പോയിന്റുകളിലേക്ക് എത്താൻ. ഇൻസൈഡിലേക്ക് നല്ലൊരു ക്രോസ് വരുന്നു. ആൻഡ് കൃത്യമായ ഹെഡർ ക്ലിയറൻസ്. പാസ് കൊടുക്കാൻ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഇൻസൈഡിലേക്ക് ഗോകുലിന്റെ ഫൈനൽ ഡെലിവറി. ഇപ്പോഴും അപകടം ഒഴിഞ്ഞിട്ടില്ല. തൃശ്ശൂരിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏത് ടീം ജയിച്ചാലും അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. വീണ്ടും നല്ലൊരു മുന്നേറ്റമോ, ഫൈനൽ ഷോട്ട്. പക്ഷെ പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്ത്. ഒരുപാട് നേരത്തെ ചർച്ചകൾക്കൊക്കെ ശേഷമാണ് സഞ്ജു ഫ്രീ കിക്ക് എടുത്തത്. ക്രോസ് ബാറിന് മുകളിലൂടെ ആ പന്ത് നേരെ പുറത്തേക്ക് പറന്നു പോകുന്ന കാഴ്ചയാണ്. രജനീഷ് MR. ആൻഡ് സെക്കൻഡ് ഹാഫിലെ, രണ്ടാമത്തെ ഹാഫിലെ ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷമുള്ള തിരിച്ചുവരവിലാണ്. എന്തായാലും ഒരു സ്ട്രക്ചറിന് വേണ്ടി ആവശ്യപ്പെടുകയാണ് മുഖ്യ റഫറി. മെഡിക്കൽ അറ്റൻഷന് സ്ട്രക്ചറിന് വേണ്ടി ഉള്ള ആവശ്യപ്പെടൽ വരുന്നത്. അപകടം, വലിയ അപകടമാണ് കേരള പോലീസിന്. അവിടെ ഫോർവേഡ് ലൈനിലേക്ക് ഓടിയെടുത്ത ആ ഇന്റർ കേരള താരത്തെ കൃത്യമായി മാർക്ക് ചെയ്യാൻ കഴിയാതെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വഴി മത്സരത്തിലേക്ക് നമ്മൾ വീണ്ടും വരുന്നു. 2 ഡബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കണ്ടിരുന്നു. ജേഴ്സി നമ്പർ 13 സൽമാൻ ഫാരിസ് കളിക്കളത്തിലേക്ക് വന്ന് നമ്മൾ കണ്ടു. വീണ്ടും വർദ്ധിത വീര്യത്തോടുള്ള മുന്നേറ്റമാണ്. മറ്റൊരു ഷോട്ട് വരുന്നു. നഷ്ടപ്പെട്ട ഓപ്പർച്യൂണിറ്റി. ലീഡ് തിരിച്ചു പിടിക്കാനുള്ള കേരള പോലീസിന്റെ ശ്രമമാണ്. ഡയഗണലി നല്ലൊരു പാസ്. മനോജ് മഞ്ജുനാഥിലേക്ക്. പാരലായി തന്നെ ആ ബോൾ പോകുന്നു. ടച്ച് ലൈന് പാരലായി. ഇൻസൈഡിലേക്ക് നല്ലൊരു ഡെലിവറിയാണ്. ഇനി കറന്റ്ലി നല്ലൊരു പാസ്സാണ് ആവശ്യം. ആൻഡ് അർജുൻ അതിനെ തുടർന്ന് വന്നൊരു റീബൗണ്ട് ഷോട്ടും. പക്ഷെ രണ്ടും ദൗർഭാഗ്യവശാൽ നേരെ പുറത്തേക്കാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തവണ. ഇന്റർ കേരള മത്സരം 1-നെതിരെ 2 ഗോളുകൾക്ക് സെക്യൂർ ചെയ്ത് നീറ്റ് ആൻഡ് ടൈഡി ആയി തന്നെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും വൺസ് അഗൈൻ കേരള പോലീസ്.